ഇപ്പോൾ BJP-യിലേക്ക് വരുന്ന ആളുകളെല്ലാവരും CPM-കാരായിട്ടുള്ള ആളുകളാണ്. CPM-ലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വ്യാപകമായിട്ട് BJP-യിലേക്ക് വരികയാണ്. അതിൻ്റെ അസ്വസ്ഥതയാണ് CPM-നുള്ളത്. അതവർക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലൊക്കെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് BJP-യിലേക്ക് വരുന്നവരാരാണ്? അറിയപ്പെടുന്ന CPM-കാർ. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 100 കണക്കിന് ആളുകൾ രാജിവെച്ച് BJP ചെന്നു. എല്ലാവരും ഈ ഒരു കൺഫ്യൂഷൻ BJP-ക്കുണ്ടോ? അതായത് BJP-ക്ക് വളരണമെങ്കിൽ കേരളത്തിലെ ഈ മുന്നണി സംവിധാനത്തിൽ ഒന്നെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നൊരു സ്പേസിലേക്ക് വളരണം, അല്ലെങ്കിൽ CPM-ൻ്റെ സ്പേസിലേക്ക് വളരണം. ഞാൻ പറഞ്ഞാൽ ഒരു നായർ ഈഴവ ആ സ്പേസ് ഉണ്ടല്ലോ. ഇതിൽ തുടക്കത്തിൽ BJP കരുതിയത് കോൺഗ്രസ് പതുക്കെ തകരും, ആ സ്പേസിലേക്ക് കയറാം. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതുപോരാ, CPM-ൻ്റെ സ്പേസാണ് കുറച്ചുകൂടി എളുപ്പം തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ BJP-ക്കുണ്ട്? ഞങ്ങൾക്കൊരു കൺഫ്യൂഷനില്ല. കേരളത്തിൽ ഈ 2 മുന്നണികളും ഒരേ സമീപനം സ്വീകരിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു മുന്നണി ഒന്നാമത്തെ ശത്രു അല്ലെങ്കിൽ രണ്ടാമത്തെ ശത്രു അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല. എളുപ്പത്തിൽ കടന്നു കയറാൻ 2 മുന്നണികൾ. ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങൾ 3-ലാണ്. 3-ന് 2-ലേക്ക് വരണം. അപ്പോൾ 2-ൽ മൂന്നാമത് പോകുന്ന അത് അവരുടെ ഓപ്ഷനാണ്, ഞങ്ങളുടെ ഓപ്ഷൻ അല്ല. അത് നമുക്കൊരു പൊളിറ്റിക്കൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുമ്പിൽ ആര് എന്നുള്ളതല്ല. ഞങ്ങൾക്ക് 2-ൽ നിന്നും 1-ൽ നിന്നും 2-ൽ നിന്ന് 3-ൽ നിന്ന് 2-ലേക്കും 2-ൽ നിന്ന് 1-ലേക്കും. അതിനൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ഇപ്പോൾ ദീർഘകാലമായി BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. BJP-ക്ക് ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ. ഇതിലിപ്പോൾ കോൺഗ്രസ് തകർന്നാൽ, അപ്പോൾ ഒരു പൊതുവെ പറയപ്പെടുന്നത് കോൺഗ്രസ് അടുത്ത തവണ കൂടി അധികാരത്തിൽ വന്നില്ല എങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഒരു ബഹുജന പാർട്ടി, പ്രത്യേകിച്ചൊരു അങ്ങനെ ആദർശത്തിൻ്റെ പേരിലൊന്നുമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തകരുകയും ആ ലീഗ് മുന്നണി വിടുകയും ചെയ്യുമ്പോൾ ആ സ്പേസിലേക്ക് BJP-ക്ക് വരാം. അപ്പോൾ ഒന്നുകൂടി ഒരു തുടർഭരണം CPM-ന് കിട്ടിക്കോട്ടെ. നമുക്കറിയാലോ എളുപ്പത്തിൽ എന്ത് സംഭവിക്കുന്നതാണ് കാര്യം. അത് അവരുടെ കാര്യമാണ്. ആരാണ് തകരുന്നത് അവർ തീരുമാനിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ സന്ദർഭത്തിൽ കോൺഗ്രസിനെയും CPM-നെയും നേരിടുകയാണ് ഞങ്ങൾ ഒരേപോലെ. കാരണം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ദുർബലമാവുകയാണ്. അഖിലേന്ത്യാ തലത്തിൽ ദുർബലമാവുന്ന കോൺഗ്രസിന് ആകെ പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവള്ളി കേരളമാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. കേരളത്തിലെ ആകെ ആത്മവിശ്വാസം KC വേണുഗോപാലും VD സതീശനും മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു നേതാക്കന്മാരും ഒരു ആത്മവിശ്വാസവും ഇവിടെയും പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ കേരളത്തിലൊരു പൊളിറ്റിക്കൽ നയം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ CPM-ൻ്റെയും BJP-യുടെയും ഒരേ നയമാണ്. ഒരു ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിൻ്റെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും വോട്ടുകൾ സമാഹരിക്കുക. മുസ്ലിം കമ്മ്യൂണിറ്റിയെ അങ്ങനെ ഒരു വോട്ട് ബാങ്കായി CPM കണക്കാക്കുന്നില്ല. അതേ സെയിം ഒരു നയമാണ്, പൊളിറ്റിക്കൽ രാഷ്ട്രീയ നയമാണ് BJP സ്വീകരിക്കുന്നത്. അല്ല, അങ്ങനെയല്ല. CPM മുസ്ലിം സമൂഹത്തെ പ്ലേസ് ചെയ്യിക്കാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? മുസ്ലിം സമൂഹത്തെ പ്ലേസ് ചെയ്യിക്കാനല്ലേ സുപ്രധാനമായ തീരുമാനം ഇവർ പുറകോട്ട് പോകുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. PM ശ്രീ പദ്ധതി എല്ലാവർക്കും അറിയാം. ആ പദ്ധതി ഏറ്റവും നല്ല പ്രയോജനകരമായ ഗുണപരമായിട്ടുള്ള പദ്ധതിയാണ്. അതിലൊരു അജണ്ടയുമില്ല. ആ പദ്ധതിയിൽ ഒപ്പിടാൻ ഇവർ തീരുമാനിച്ചു. ഇവർ പുറകോട്ട് പോയി. ആരെ പേടിച്ചിട്ടാണ്? CPI ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ CPI ഭയപ്പെട്ടുകൊണ്ട് ഈ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തീരുമാനം മാറ്റുക എന്നുള്ളത്? അപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തീരുമാനം മാറ്റാനുള്ള കാരണം സമസ്തയെയും ജമാഅത്തെ ഇസ്ലാമിയും ഭയപ്പെട്ടുകൊണ്ടാണ്. സമസ്ത കാരണം സമസ്തയിലേക്ക് ഒന്ന് പടർന്നു കയറാൻ ഇടക്കാലത്ത് CPI ഒരു ശ്രമം നടത്തിയതാണ്. പിന്നെ അതിന് തൽക്കാലത്തേക്ക് മുസ്ലിം ലീഗ് തടയിട്ടു. പക്ഷേ സമസ്തയെ എങ്ങനെ പ്ലേസ് ചെയ്ത് നിർത്തുക എന്നുള്ളത്, കാരണം കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ആധ്യാത്മിക സംഘടനയാണ് സമസ്ത. അതുകൊണ്ട് അവരെ പ്ലേസ് ചെയ്ത് നിർത്തണം. അതിനുവേണ്ടി CPI ശ്രമിക്കുകയാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ കൂടെയാണെങ്കിലും ദീർഘകാലം LDF-ൻ്റെ കൂടെയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും പ്രോ ലെഫ്റ്റാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു ലെഫ്റ്റിനെയാണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനത്തിനും ഒരു പ്രോയുണ്ട്. എന്താണ് വിമർശനം? ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ CPM വരുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിമർശനം. അല്ലാണ്ട് CPM-ൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ല വിമർശിക്കുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെയും സമസ്തയെയും പ്ലീസ് ചെയ്യണം. അതിനുവേണ്ടിയാണ് PM ശ്രീ പദ്ധതി പുറകോട്ട് പോയത്. അപ്പോൾ കിട്ടുന്ന സന്ദർഭത്തിലെല്ലാം CPM ഈ പ്രീണന രാഷ്ട്രീയം കേരളത്തിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ചയിൽ നമ്മുടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നമ്മുടെ സമയക്രമം സ്കൂൾ സമയത്തിൻ്റെ കാര്യത്തിൽ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവർ സ്വമേധയെടുത്തൊരു തീരുമാനമാണ് ഈ സമയത്തിൻ്റെ കൃത്യത ഒരു മാറ്റം ഉണ്ടാക്കിയത്. അതിൽ ഉറച്ചു നോക്കും ആദ്യം പറഞ്ഞു. പുറകോട്ട് പോയല്ലോ. അപ്പോൾ സമയവുമായി ബന്ധപ്പെട്ട് അത് പുറകോട്ട് പോകാൻ കാരണം ആരെങ്കിലും അവരോട് സമയം മാറ്റാൻ പറഞ്ഞു. അവർ തിടുക്കുന്ന തീരുമാനം
അവസാനം മുസ്ലിം സംഘങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു, ആ എതിർപ്പുകൾ മുട്ടുമടക്കുന്നു, പുറകോട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. BJP ഒരിക്കലും ഒരു സമൂഹത്തിൻ്റെയും വോട്ടുകൾക്ക് വേണ്ടി ഒരാളെയും പ്രീണിപ്പിക്കുന്ന സമീപനം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ ഹിന്ദു സമൂഹമായാലും ശരി, ക്രിസ്ത്യൻ സമൂഹമായാലും മുസ്ലിം സമൂഹമായാലും ശരിയാണ്, BJPക്ക് ഇപ്പോൾ കേരളത്തിലുള്ളത്, ദേശീയ തലത്തിലും കേരളത്തിലുമുള്ളത് ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ട് ബാങ്ക്. പക്ഷെ പ്രീണിപ്പിക്കില്ല എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ കേരള രാഷ്ട്രീയം നോക്കുമ്പോൾ ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവിടെ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പോകുന്നു, അനൂപ് ആൻ്റണി ഛത്തീസ്ഗഡിൽ പോകുന്നു. ഞങ്ങളാണ് ചാനൽ മൈക്കുകൾക്ക് മുമ്പിൽ, ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ ഞങ്ങളാണ് ഇവരെ റിലീസ് ചെയ്തത് എന്ന് കാണിക്കാനുള്ള നേതാക്കന്മാരുടെ ഒരു വ്യഗ്രത, അത് ആ കമ്മ്യൂണിറ്റിയെ പ്ലീസ് ചെയ്യാൻ തന്നെയായിരുന്നു. സ്വാഭാവികമായും ഞാൻ ചോദിക്കട്ടെ, ആ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ കുടുംബവും അവരുടെ സഭയും BJP സമീപിച്ചു. അവർ കോൺഗ്രസിനെയല്ല സമീപിച്ചത്, അവർ CPMനെയല്ല സമീപിച്ചത്, അവർ ഞങ്ങളെ സമീപിച്ചു. BJP ഇതിൽ ഇടപെട്ടു. BJPയുടെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവിടെ വേഗതയുണ്ടായത്. അവർ പുറത്തിറങ്ങിയത് നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെയാണ്. ആ നിയമപരമായിട്ടുള്ള മാർഗങ്ങൾക്ക് വേഗതയുണ്ടായത് BJPയുടെ ഇടപെടൽ കൊണ്ടെന്ന് അവർക്കറിയാം. പക്ഷേ എല്ലാ സമയത്തും ചെയ്യുന്ന പോലെ ആ പർട്ടിക്കുലർ കൃത്യസമയം വരുമ്പോൾ കോൺഗ്രസും CPM അവകാശവാദം ഉന്നയിച്ച് വരുമ്പോൾ ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണല്ലോ, അപ്പോൾ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും കപടമുഖം ജനങ്ങളെ അറിയിക്കേണ്ട ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. പക്ഷെ അതിൽ സ്വാഭാവികമായിട്ടും BJP ഇടപെട്ടു. ഇപ്പോൾ ഒരു ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഔട്ട്റീച്ചൊക്കെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ഇടപെട്ടു എന്നുള്ളതാണ്. BJPയുടെ പ്രഖ്യാപിത നയപ്രകാരം മതപരിവർത്തനത്തിന് BJP എതിരാണ്. ആ മതപരിവർത്തനത്തിന് വേണ്ടി മതപരിവർത്തനത്തിൻ്റെ പേര് പറഞ്ഞ് അത് ചെയ്തിട്ടുണ്ടോയെന്നുള്ളതല്ല, അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ് കന്യാസ്ത്രീകൾ. അപ്പോൾ BJP പ്രഖ്യാപിത നിലപാടൊക്കെ മാറി ആണല്ലോ, മനുഷ്യക്കടത്തും ഒക്കെ ആരോപിച്ചാണല്ലോ. ഒന്ന് BJP മതപരിവർത്തനത്തിനെതിരല്ല, BJP നിർബന്ധിത മതപരിവർത്തനത്തിനാണ്. ആരെങ്കിലും സ്വമേധയാ മതപരിവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരാൾ മറ്റൊരു മതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെയൊന്നും തടയാൻ BJP ഇല്ല. പക്ഷേ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്തുന്നതിന് BJP എതിരാണ്. അതുകൊണ്ടാണ് നിർബന്ധിത മതപരിവർത്തനം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ നിയമപരമായി നിരോധിച്ചിട്ടുള്ളത്. ഛത്തീസ്ഗഡിലുണ്ടായ വിഷയത്തിൽ അവിടെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി നീങ്ങണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല. പക്ഷേ ആ കന്യാസ്ത്രീകളുടെ ഭാഗം കേൾക്കാനും അവർക്ക് ഈ കാര്യത്തിലുള്ള അവരുടെ നിലപാടും അവരുടെ സമീപനവും നിയമത്തിനുള്ളിൽ ബോധ്യപ്പെടുത്താൻ അവർക്ക് അവസരമുണ്ടാവണം. ആ അവസരത്തിന് വേണ്ടി കുടുംബം സമീപിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അവർ മതപരിവർത്തനം നടത്തിയവരാണ് എന്ന് പറയാൻ നമ്മുടെ മുമ്പിൽ തെളിവുകളൊന്നുമില്ല. അത് ഉണ്ടെങ്കിൽ കോടതിയിൽ ആ സർക്കാരും ഗവൺമെൻറ്റാണ് പറയുന്നത്. ഞങ്ങൾ ഇടപെട്ടിട്ടുള്ളത് മലയാളികളായ 2 പേരാണ്. അവർ കേസിൽ കുടുങ്ങി. അവരുടെ കുടുംബവും അവരുടെ സഭയും പറയുന്നത് കള്ളക്കേസാണ്. കള്ളക്കേസാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് കോടതിയാണ്. അപ്പോൾ കോടതിക്ക് മുമ്പ് എത്രയും പെട്ടെന്ന് എത്തണം. കോടതിക്ക് മുമ്പേ എത്രയും പെട്ടെന്ന് എത്താൻ നിയമപരമായ നടപടിക്രമങ്ങൾ എത്രയും പൂർത്തിയാക്കി അവർക്ക് നീതി ലഭ്യമാക്കാൻ ആവശ്യമായ സഹായമാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത്. അത് BJPയുടെ പ്രഖ്യാപന നയത്തിൽ നിന്ന് വ്യത്യാസമാക്കാൻ